ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിന് പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഇല്ലെങ്കിൽ പൊതുവെ ഈ ബിഗ് ബോസ് ഒരു ശോചനീയമായ അവസ്ഥ ആയിരിക്കും. ജാസ്മിനും മറ്റു മത്സരാർത്ഥികളും തമ്മിലുള്ള ഫൈറ്റ് തന്നെയാണ് ഈ സീസണിലെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ജാസ്മിൻ്റെ ചില കാഞ്ഞ ബുദ്ധിയെപ്പറ്റി പറയാം. ജാസ്മിൻ വിചാരിച്ചേക്കുന്ന വേറെ ആർക്കും മനസ്സിലാവത്തില്ല, എനിക്കും ഞാൻ മാത്രം ചെയ്യുന്നതാണ് എന്ന ഒരു തോന്നലുണ്ട്. അതില്ലാതാക്കുകയും കൂടെ ചെയ്യാമല്ലോ. ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഋഷിയോട് ഇന്നലെ ജയിൽ വാസത്തിനിടയിൽ ജാസ്മിൻ പറയുന്നുണ്ട്, ഐ ലവ് യു സോ മച്ച്. ഇത് നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടല്ലേ. ഗബ്രിയോട് പലതവണ പറഞ്ഞേക്കുന്ന വാചകങ്ങളാണ്. ഒരു പ്രാവശ്യം ലാലേട്ടൻ വന്നപ്പം ഗബ്രി പറഞ്ഞ അമ്മയാണ്, അച്ഛനാണ്, ഭാര്യയാണ്, ചേട്ടത്തി ആണെന്ന് പറയുന്നൊരു ഡയലോഗ് ലാലേട്ടൻ എല്ലാവരെയും കാണിച്ചായിരുന്നു. അപ്പം ജാസ്മിൻ അറിയാം ഞാൻ പറഞ്ഞ ഐ ലവ് യു സോ മച്ച് എന്ന് പറഞ്ഞ ഡയലോഗും ഏറെ പോയി കാണുമെന്ന് വ്യക്തമായിട്ട് ജാസ്മിൻ അറിയാം. അതിന് ഒരു മറുപടി എന്നോളമാണ് നമ്മുടെ ഋഷിയോട് ഐ ലവ് യു എന്ന് പറയുന്നത്. റസ്മിനോട് പറഞ്ഞിട്ടുണ്ട്, ഋഷിയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടം തോന്നുന്ന എല്ലാവരോടും ഞാൻ ഐ ലവ് യു എന്ന് പറയും. അതിലെന്താണ് തെറ്റ്? കാര്യം ഫ്രണ്ട്സിനോട് ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഞാൻ ഋഷിയോട് പറഞ്ഞിട്ടുണ്ട്, റസ്മിനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല അർജുനോട് വേണമെങ്കിൽ പറയും. അങ്ങനെ പല രീതിയിൽ അത് മാറ്റാൻ വേണ്ടിയാണ് റസ്മിൻ നേരത്തെ ഒരു ബുദ്ധി കാണിച്ചത്. ഇന്നലെ ഋഷിയോടും ഐ ലവ് യു എന്ന് പറഞ്ഞു. അതങ്ങനെ പോയി. അങ്ങനെ ആ വാദത്തിൻ്റെ മുനയൊടിക്കാം എന്ന് പാവം ജാസ്മിൻ വിചാരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈയിടെ റസ്മിൻ കുളിക്കാൻ പോകുമ്പം ജാസ്മിൻ പറയുന്നുണ്ട്, വാടാ ഇവിടെ അടുത്ത് വന്ന് കിടക്ക്, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന്. അങ്ങനെ കെട്ടിപ്പിടിക്കുകയും ജാസ്മിനെ കടിക്കുകയും മുമ്പ് വെക്കുകയും ഒക്കെ ചെയ്തു. ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്. ഗബ്രിയും ജാസ്മിനും കൂടെ ആയിരുന്നു ഈ ലീലാവിലാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുറത്ത് ഇത് നെഗറ്റീവാണ് എന്ന് അറിഞ്ഞപ്പോൾ ജാസ്മിനോടും തന്നെ റസ്മിനോടും ഈ ക്രിയ ചെയ്യാൻ പോയി. എനിക്ക് ചിലപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞതിൻ്റെ പ്രകാരം ചിലപ്പം ഋഷിയും ചിലപ്പോൾ ഉമ്മ വെച്ചൊന്നും കടിച്ചെന്നും ഒക്കെ ഇരിക്കും. സ്നേഹം കൂടുമ്പോൾ ചെയ്യുന്നതാണല്ലോ, നമ്മൾ തെറ്റ് പറയാൻ പാടില്ലല്ലേ. ഇന്നലെ ആ ഋഷിയോട് ആ സ്നേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇനിയും കടിയാകാം, പിച്ചാകാം, മാന്താകാം, കെട്ടിപ്പിടുത്തമാകാം, എന്തുമാകാം, ഫ്രണ്ട്സല്ലേ എന്ന് പറയാം. ഇതുപോലെ തന്നെയാണ് ഞാൻ അതും കണ്ടത്, റസ്മിൻ്റെ കാര്യവും കണ്ടത്. കാരണം ജാസ്മിൻ ഗബ്രിയും തമ്മിൽ കെട്ടിപ്പിടുത്തവും ഉമ്മവെക്കും കടിയും എല്ലാം തന്നെ ഇത് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ് എന്ന് ജാസ്മിൻ മനസ്സിലായി. അപ്പം അതിന് ഒരു മറുമരുന്നിട്ടതാണ് ഈ റസ്മിനോട് കാണിച്ച ഈ അധിക സ്നേഹം. കാരണം നാളെ ആരെങ്കിലും പറയുവാണെങ്കിൽ അന്നേരം പറയാമല്ലോ, ഞാൻ ലാലേട്ടാ ഗബ്രിയോട് മാത്രമല്ല ഇത് കാണിച്ചിരിക്കുന്നത്, റസ്മിനോട് കാണിച്ചിട്ടുണ്ട്. റസ്മിനോട് ഞാൻ ചോദിച്ചാൽ റസ്മിനെ ഞാൻ കടിച്ചു പറിച്ചിട്ടുണ്ട്, റസ്മിനെ ഞാൻ ഉമ്മ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും കാണാത്ത തെറ്റ് ഗബ്രിയുമായി ഞാൻ കാണിച്ചപ്പോൾ എന്തിനു കാണിക്കുന്നു? അത് നാട്ടുകാരുടെ കുഴപ്പമാണ് എന്ന് പറയാൻ വേണ്ടി എൻ്റെ കൊച്ചുകള്ളി നേരത്തെ തന്നെ ചില കാര്യങ്ങൾ ഇവിടെ ചെയ്തു കൂട്ടുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിത് നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നലെ ഋഷിയോട് ഐ ലവ് യു എന്ന് പറഞ്ഞപ്പോഴും റസ്മിനോട് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും കടിക്കുമ്പോഴും ഒക്കെ കാണിച്ചിട്ടുണ്ട്. നാളെ ഞാൻ ഗബ്രിയോട് മാത്രമല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, റസ്മിനോടും ചെയ്തിട്ടുണ്ട്, ഋഷിയോടും ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അർജുനോടും ചെയ്യും, ശ്രീധുവിനോടും ചെയ്യും എന്നൊക്കെ പറയാം. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി?